ഹലോ, അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ നമ്മളിന്ന് വേറെ പള്ളിക്ക് പോയി നോക്കാം. ലാസ്റ്റ് ടൈമല്ലേ. ഇരുപത്തേഴായോ, 27-ഉം 9-ഉം എക്സാക്ട് ടൈമായിരിക്കും. ചിലപ്പം പോകാൻ കഴിയില്ല. മസ്ജിദുൽ ജന്ന എന്ന് പറഞ്ഞ പള്ളിയിലാണ് പോകുന്നത്. എൽസ്മിയർ സ്കാർബോയിൽ ഉള്ളത്. നോക്കട്ടെ, ചിലപ്പം എത്താൻ ഓൾമോസ്റ്റ് ഇതാണെങ്കിൽ പോവില്ല. ഇന്നലത്തെ പോലെ കളിക്കുന്നുണ്ട് വീണ്ടും. തുടങ്ങി വൈഫൈ ഓഫാക്കിയിട്ടിരുന്നല്ലോ. ഇനി എന്തിനാ വൈഫൈ കണക്റ്റ് ആവണേ? $19 എന്ന് പറയുമ്പോൾ ഓക്കെ 47 അടുത്തോ. അപ്പോൾ കുറച്ച് സ്പീഡ് പോകണം. റിംഗ്ലി റോഡ്. വിറ്റിനോ ഹൈഡ്രോ കോറിഡോറിലെത്തിയാൽ കുറച്ച് ഫാസ്റ്റിൽ അല്പം പോവാം. സോറി. ഇവിടെ വെള്ളം, I don't like this വെള്ളം.
ഉള്ള ഏറ്റവും വലിയ പാർക്ക്, ഏറ്റവും വലുതല്ല പാർക്കാണ്, തോംസൺ പാർക്ക് എന്ന് പറയും. അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. സൈഡിൽ നായ്ക്കളെ പരിശീലിപ്പിക്കല്ലേ, നായ്ക്കളെ പാർക്ക്. അങ്ങനെ വേലിയിട്ട് തിരിച്ചതാണ്. നമ്മൾ സ്ലോ ആക്കാൻ വേണ്ടിയിട്ടാണ് പുല്ലിൽ കയറുന്നത്. അങ്ങനെ വേലി കെട്ടി തിരിച്ചിട്ടുണ്ടാവും. വലിയ മഴയാണ്. ബ്രേക്ക് പിടിക്കാൻ പറ്റില്ലല്ലോ. അതെ, റൈറ്റിലേക്കാണ് പോകേണ്ടത്, പക്ഷെ ബ്രേക്ക് കിട്ടണില്ല. ഈ റിസ്കിലാണ് പോകുന്നത്. പണ്ട് ഇങ്ങനൊരു ഇതിൽ സ്റ്റീൽ ബ്രിഡ്ജിലായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിലോ ഏറ്റവും സ്ലിപ്പായി വീണ്. കാരണം പുലർച്ചെ ആയതുകൊണ്ട് മഞ്ഞ് വീണത് വെള്ളം സ്ലിപ്പായിപ്പോയി. 12 മിനിറ്റും കൂടെ.
ഈ സിഗ്നൽ നമ്മളെ ചതിച്ചില്ല. കണ്ടോ വേസ്റ്റ് ഇടണ ഒരു തലയിൽ എത്ര വേസ്റ്റിൽ ഇതുണ്ടാവും അവിടെ. എന്നിട്ട് വേസ്റ്റ് ഇടുക. ഇനി 10 മിനിറ്റും കൂടെ. തണുപ്പുണ്ട് കേട്ടോ. തണുപ്പ് 9 ഡിഗ്രിയാണ്. ഇതൊക്കെ സൈക്കിളിൽ കെട്ടിയിരുന്ന ഇതാണ് കമ്പികൾ. ഞാൻ നല്ലൊരു ഫോർവേഡ് ന്യൂസ് കേട്ടോ. അതായത് കേപ്പ് ടൗൺ ഉണ്ടല്ലോ, സൗത്ത് ആഫ്രിക്ക, അവിടെ ജലം തീരെ കിട്ടാതായിരുന്നു. ഇത്ര 25 ലിറ്റർ പമ്പെന്ന് വാങ്ങേണ്ട അവസ്ഥ. അങ്ങനെ എന്തോ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളതിലേക്ക് എത്താൻ വലിയ കാലതാമസം വേണ്ട. കൊറോണനെ പോലെ അതൊക്കെ. പെട്ടെന്ന് ആയി വരും. കുട്ടി സ്കേറ്റിംഗ് ബോർഡിലാണല്ലോ. വീണ നല്ല ഇത് കിട്ടും കേട്ടോ മോളെ. ഒരു മിനിറ്റും കൂടെ. മോനാന്ന് തോന്നുന്നു, മോളല്ല. സ്ലോപ്പ് ഉണ്ട് കാണിക്കുക. വരുമ്പോൾ നമുക്ക് വേറെ റൂട്ടിലൂടെ എടുക്കാം, അല്ലെങ്കിൽ ഫുള്ള് ഇരുട്ടായിരിക്കും. ഇരുട്ടിനഴക്. ഇതാണ് നമ്മൾ ബ്രേക്ക്. ഹലോ ബേർഡ്, അല്ല ബ്രേക്ക് ഇട്ടിട്ട് നിൽക്കണില്ലേ? ഏഴ് 49 അവിടെ എത്തുക. എത്ര മിനിറ്റ് ഉണ്ട്? 7 മിനിറ്റ് കൂടെ ഉണ്ട്. മാക്സിമം സ്പീഡ് പോവാ നല്ല സ്ഥലങ്ങളിൽ. ക്ലിക്കൂടെ ഉണ്ടോ? നമുക്ക് ജന്നപ്പള്ളിയിൽ ഇഫ്താറൊക്കെ നോക്കാം. ഇനി എത്ര ദിവസമാണ്? ഞാൻ കഴിഞ്ഞ മൺഡേ ആണ് നോമ്പ്. ഒറ്റ മിക്കവാറും
വെനസ്ഡേ ആയിരിക്കും ഇത് പെരുന്നാൾ വെനസ്ഡേ. ഇന്ന് സൺഡേ, മൺഡേ ട്യൂസ്ഡേ 2 ദിവസം കൂടെ. ഇതൊരു ഫാമാണ്. ഫാം വിൻ്റർ സമയത്ത് മൊത്തം ഉണങ്ങും, കണ്ടില്ലേ? പിന്നെ അവർ തുടർന്നല്ലോ അതൊക്കെ 5 മിനിറ്റും കൂടെ. ഫാം എന്ന് പറഞ്ഞാൽ ഈ നഴ്സറി എന്ന് പറയില്ല, പൂ വിൽക്കുന്ന സ്ഥലം, അങ്ങനത്തെ സ്ഥലമാണ് അത്. പക്ഷെ വിൻ്ററായപ്പോൾ മൊത്തം പോയി. അവർ വളരുണ്ടെന്നുകൊണ്ട് ശ്രീലങ്കക്കാരാണ് അവർ. സ്കൂളിൽ പോകണോ? ഓക്കെ, സ്കൂളിൽ പോകുന്നതുകൊണ്ട് പിന്നെ കയറ്റുണ്ട്, അതുകൊണ്ട് നല്ല സുഖം. വണ്ടി വല്ല സ്ലോ ആയിക്കോളും. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? മൈക്ക് വേണം, പക്ഷെ അതൊന്നും മൈക്ക് വെച്ച് തുടങ്ങാനൊന്നും ആയില്ല. സബ്സ്ക്രൈബൊക്കെ കുറവാണ്. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് ഏകദേശം 1000 വീഡിയോസ് അപ്ലോഡായി. ഗൂഗിളിൻ്റെ സ്പേസ് പാവം. ഇനി അപ്പുറത്ത് കടന്നിട്ട് മാർക്കം റോഡ്. നമുക്ക് അപ്പുറത്തെ റോഡിന് ചാടാം. മാർക്കം റോഡ്. ഫുള്ള് ഏഷ്യൻ കുട്ടികളാ. ഇതിനുള്ളെത്തും. നമുക്കൊരു ക്രോസ് വേണം. അപ്പുറത്ത് എന്തായാലും മസ്റ്റായിട്ട് ക്രോസ് ചെയ്യാം. അതന്നെ, അത് തന്നെയാണ് പള്ളി. പിന്നെ സ്കോട്ടിയ ബാങ്ക് എന്ന് കാണുന്നില്ലേ, അതിൻ്റെ ആ ഭാഗത്ത്. അപ്പോൾ 7:48, ഒരു 50 ആകുമ്പോൾ എത്തും. നമ്മൾ നേരെ കഴിക്കില്ല. ഇവിടെ ക്രോസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. സുഖമായിരുന്നു. എവിടെ
മേക്ക് ഇറ്റ് സീ. ഇതാണോ ഇതന്നെ അതുകൊണ്ട് ഇവിടുന്ന് റൈറ്റ്. ഒരു അറിയാം ഇവിടെ കേട്ടോ വരുന്നില്ല പള്ളി. ലാസ്റ്റ് മൂമെന്റിൽ ഇങ്ങനെ ചെയ്താലേ വിഷയാവുമല്ലോ. പിന്നെ ഇതൊന്ന് വാങ്ങുന്നതാ മാർക്കറ്റ് പ്ലേസിൽ $50 കിട്ടും. $50 ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ഓഫർ കണ്ടപ്പോൾ പോയി വാങ്ങിയായിരുന്നു. പക്ഷെ അതിനെക്കാട്ടി കുറഞ്ഞ നല്ല സൈക്കിൾ കിട്ടും. അപ്പോൾ ഇപ്പോഴല്ലേ ഇതെടുക്കാൻ കഴിയുള്ളൂ. ചിലപ്പോൾ ഒരു 4 വർഷം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇവിടെ ഉണ്ടാവുമോയെന്ന് അറിയോ. അപ്പോൾ നമ്മളിവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയണ്ടേ. അപ്പോൾ അയാൾ അറിയാം എന്തിനാ ലോക്ക് ചെയ്തത്, ആരും എടുത്തുണ്ടോല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എല്ലാവരും ഒരേ മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാവില്ലല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് പോവാ. ഞാൻ മാപ്പ് ഇട്ടിട്ട് പോവും. ഇവിടെ നിന്ന് അടുത്തല്ലേ നിങ്ങളെ സ്ഥലം? അപ്പോൾ അയാൾ എന്നോട് കേട്ടോ, എന്നോട് ഏത് രാജ്യക്കാരനാന്ന് ചോദിച്ചേ. ഞാൻ പറഞ്ഞു ഇന്ത്യ എന്ന് പറഞ്ഞേ. അപ്പോൾ അയാളെ നാഷണാലിറ്റി ഗസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഗസ് ചെയ്യൂല. അപ്പോൾ എന്താണെന്ന് വെച്ച് ഞാൻ മോൺട്രിയലിനെ ഒരാൾ പിന്നെ എന്നോട് ചോദിച്ചു എവിടെയാന്ന് വെച്ചേ. അപ്പോൾ ഞാൻ പിന്നെ ഇന്ത്യ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ചങ്ങോട്ട് നിങ്ങൾ ബംഗ്ലാദേശല്ലേ ചോദിച്ചു. അതിൽ അയാൾക്ക് ചൂടായി. കാരണം അയാളെ രാജ്യസ്നേഹമാണല്ലോ നമ്മൾ വെട്ടിയിടത്. നിങ്ങൾ മോൺട്രിയലിലേക്ക് പോകുന്നുണ്ട്? നിങ്ങൾ മോൺട്രിയലിലേക്ക് പോകുന്നുണ്ട്? ഞാൻ ചിലപ്പം പോകും. എന്നാ പോന്നേ? പിന്നെ അവര് തിരിച്ചു വരുന്നൊന്ന് പോയിക്കോട്ടെ. ഞാനും പോകുന്നുണ്ട്. തിരിച്ചു വരുന്നതിൻ്റെ എൻ്റെ വേറെ ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ആഹാ അങ്ങനെ പോവാം. പിന്നെ ഇത് വീക്കെൻഡിലാണ് പോണേ? വീക്കെൻഡിൽ നമുക്ക് പണിയുണ്ടല്ലോ, നമ്മളല്ലാത്ത ദിവസമായിരിക്കും. കട ദിവസങ്ങളിലുള്ള ഓഫർ. കാറിലായിരിക്കും അല്ലേ? കാറിലായിരിക്കും അല്ലേ? നമ്മൾ കാറിൽ പോകും. കാർ റെന്റ് എടുത്തിട്ട് പോകും. ആൾക്ക് $50 കാർ കിട്ടും. പിന്നെ $50? ആളുടെ ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്തു. പിന്നെ ഒരു ദിവസത്തിനോ? ഒരു ദിവസം ഒന്നുമല്ല, 3 ദിവസത്തിനേക്കാൾ $50. അപ്പോൾ ഒരു ദിവസത്തിന് എത്ര റെന്റ്? അതറിയില്ല, ആളുടെ അടുത്ത ഫ്രണ്ട് അല്ലേ, ആൾക്ക് അങ്ങനെ വലിയ പൈസ ആയിട്ടൊന്നും അങ്ങനെ. ഒന്ന് ചോദിച്ചു നോക്കിട്ടോ. എന്നാൽ റെന്റ് എടുത്തിട്ട് 50-100 ആണെങ്കിൽ കാർ എടുത്ത് പോകണമല്ലോ നല്ല. കാർ എടുത്ത് എക്സ്ട്രാ തിരിച്ചു വരുന്ന ഏറ്റവും നല്ലതല്ലേ? ആ പിന്നെ നമുക്ക് നമ്മളെ ടൈം നോക്കിയിട്ട് പോവുകയും ചെയ്യാം, കംഫർട്ടായി തിരിച്ചു വരും ചെയ്യാം. ആൾക്ക് കൊടുക്കുന്നതിന് നമുക്ക് വരുമെന്ന് എനിക്കറിയില്ല. ഇല്ല എന്നാലും പിന്നെ എത്രയാന്ന് ആൾക്ക് പിന്നെ ആള് US റെന്റ് എടുത്തിട്ടാണ് പോയത്. അപ്പോൾ ആൾക്ക് $100 കണ്ട് മേടിച്ചിട്ട് 3 ദിവസത്തിന്. അറ്റ്ലീസ്റ്റ് ഏത് കാർ റെന്റിലാന്ന് ചോദിക്കുന്നത്. എനിക്ക് ഡയറക്റ്റ് വിളിച്ച് ചോദിച്ചാലും മതിയല്ലോ. ജവറ നല്ല ഐഡിയ അല്ലേ? പിന്നെ അവരെ പിക്ക് ചെയ്യാൻ പോകുന്നതേ കാറ് റെന്റിലെടുത്താൽ പോരെ? എന്നാൽ സാധനവും കയറും. അല്ല അവര് പ്ലാന് യു-ഹോൾ എടുത്ത് വരാൻ. അപ്പോൾ ഹൈവേയിൽ യു-ഹോളൊക്കെ എടുത്തിട്ട് ഓടിക്കാനേ. യു-ഹോളിന്റെ പരിപാടി ക്യാൻസൽ ചെയ്തല്ലോ. ക്യാൻസൽ ചെയ്ത്. പക്ഷേ പിന്നെ ഹൈവേയിൽ പിന്നെ 100-ൽ വെച്ച് പിടിക്കണം എന്ന് പറഞ്ഞാലേ നടക്കണ കാര്യമില്ല. വലിയ വണ്ടിയെ RAV4. RAV4 മറ്റേ ഈ റാം പോലുള്ള വണ്ടിയാ. മീൻസ് മല്ലു ട്രാവലറിന്റെ ഓപ്പണ്. അവര് പിക്കും സാധനം കൊണ്ടുവന്നിട്ടാണ് ഇതെടുക്കുന്ന പറഞ്ഞത്. അതെടുത്ത് കാറെടുത്ത സുഖല്ലേ? ഞാനിപ്പോ പോകുമ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ ഇവരുടെ എല്ലാം എടുത്തു തരും. അപ്പൊ പിന്നെ സുഖമായല്ലോ.
ഒരാൾക്ക് ഒരു ബാഗ് 3 പേരെ സുഖമായിട്ട് പോയി. ഞങ്ങൾ 2 പേരെ പോകാനേ കാണുള്ളൂ. വേറെ സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ 3 കാണുന്നില്ല. 2 എണ്ണം. ഹലോ മാള് പറ നടക്കുക പറഞ്ഞു. റൂമിലോട്ട് പോയിട്ട് ഞാൻ തിരിച്ചു വരും. ഞാൻ വിചാരിച്ചു റൂമിൽ പോയിട്ട് പിന്നെ പള്ളിയാണോ നിങ്ങള്? ഹലോ പള്ളിയാണോ? നീ എന്നാ USA പോണേ? ആ ജൂണിലോ? പിന്നെ ഇങ്ങോട്ടേക്ക് ഉണ്ടാവില്ല? ലീവ് എടുത്തിട്ടാ പോണേ? ആ 1 മാസമൊക്കെ നാട്ടിൽ കിട്ടും തന്നെ. ഇങ്ങനെയുള്ള കമ്പനി വർക്ക് ചെയ്യുമ്പോൾ അതാ സുഖമല്ലേ നമുക്ക്. അല്ല പക്ഷെ എൻ്റെ അങ്കിളല്ലേ ചോദിച്ചാൽ എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങനെ ഒന്നും കിട്ടൂല. പ്രാവശ്യം കല്യാണം ഉണ്ടോ? മീൻസ് ഇത് പരിപാടി റിസപ്ഷന്? ഞാൻ നാളെ ഇന്നലെ പോയ സ്ഥലത്ത് തന്നെ പോവും. അവിടെ എന്താ നോക്കാം. ഞാൻ അങ്ങനെ അൻസാറിൻ്റെ ഒപ്പം ഇങ്ങനെ ഇവിടേക്ക് വന്ന് നോക്കണം എന്നുണ്ടായിരുന്നു. അത് ഓരോ ദിവസം ഓരോ ചേഞ്ച് ചെയ്യില്ല അവര്. അടുത്ത നോമ്പിന് ഞാൻ ഫുള്ള് പള്ളിയിലായിരിക്കും. ഇപ്രാവശ്യം ഞാൻ ലാസ്റ്റ് മാത്രമേ പോയിട്ടുള്ളൂ. ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി. വീട്ടിൽ നിന്ന് ഉണ്ടാക്കാന്ന് പറഞ്ഞാല് പിന്നെ ഒരു കൊഫ്ത എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. കൊഫ്ത തുർക്കിഷ്. അപ്പം അത് എയർ ഫ്രയറിൽ വെച്ചാൽ 20 മിനിറ്റ് കൊണ്ട് റെഡി ആവും. അതും ചപ്പാത്തിയും കൂട്ടി തിന്നു. ഒരു ലോങ് വടി പോലെയുള്ള, പക്ഷെ നല്ല ടേസ്റ്റാ. പിന്നെ ഒരു പ്രാവശ്യത്തെ ഗ്രീൻ പീസ് ഉണ്ടാക്കി, പിന്നെ തന്നെ കൂട്ടി കഴിച്ചു. ഇന്ന് 9 ഡിഗ്രി അല്ലേ? ആര് വരെ ക്രിക്കറ്റ് തുടങ്ങും. പിന്നെ സമ്മർ ക്രിക്കറ്റ് വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പറ്റുന്നില്ല. നീ ട്രാവൽസ് അല്ലായിരുന്നു വർക്ക് ചെയ്ത്? നീ എന്തായിരുന്നു ഫീൽഡ്? ഗൾഫിലോ? ഗൾഫിലെ പ്രൊഫഷൻ എന്തായിരുന്നു? ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ്. ഗൾഫിൽ വർക്ക് ചെയ്താണോ? വർക്ക് ചെയ്തത് ഞാൻ എഞ്ചിനീയറിംഗ് ആയിട്ട് 3 വർഷം അഞ്ചായിട്ട് വർക്ക് ചെയ്തു. എന്തിലാണ്? എന്റെ പണി പോയി. എന്ത് മാന്യം വന്നില്ലായിരുന്നു? കൊറോണയൊക്കെ വന്നിടക്ക് ഗൾഫിൽ മാന്യമൊക്കെ ആയിട്ട് ഒരാൾ പറഞ്ഞു വിടുന്ന ആ സമയത്ത്. അതേതാ മാന്യം വന്ന ടൈം? ഒരു 2020. സൗദി ഇപ്പൊ നല്ല കുതിപ്പിലാണല്ലോ. ഇപ്പൊ അടിപൊളിയായി. ഇവിടെ നിയോടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. എന്ത് നിയോ ഇല്ലേ? നിയോ ലൈൻ പ്രോജക്റ്റ് അല്ലേ ഉദ്ദേശിച്ചേ? നിയോ മോടെ മറ്റേ തബൂക്കില് എന്താ യൂട്യൂബിൽ അടിച്ചൊക്കെ കാണാം. നിയോ വലിയൊരു പ്രോജക്റ്റ്. അതിനുവേണ്ടി ഒരു ടാക്സ് കൂട്ടി. അത് ലൈൻ പ്രോജക്റ്റ് എന്നല്ലേ പറയുന്നേ? നിയോം സിറ്റി അല്ലല്ല, സ്ട്രെയിറ്റ് ഇതായിട്ട് അല്ലല്ല. ഈ യൂറോപ്യൻ കൺട്രി പോലെ ഒരു സ്ഥലം ഒരു പണിഞ്ഞുണ്ടാക്കി. കോടികൾ ചെലവിൽ മുടക്കി. പബ്ബുകളും ബാറുകളും ഭയങ്കര സെറ്റപ്പുകളൊക്കെ ആയിട്ട് വലിയൊരു സിറ്റി. ഇതേ കണക്ക് ഒരു കാനഡയും അമേരിക്ക പോലെ സിറ്റി ഒരു പണിഞ്ഞുണ്ടാക്കി. ക്ലൈമറ്റോ പണിഞ്ഞോ? എങ്ങനെ ക്ലൈമറ്റ് പണിഞ്ഞോ? ഒരു ക്ലൈമറ്റും എല്ലാം പണിയാൻ പറ്റുമല്ലോ. അതിനല്ലേ പുള്ളി ചില്ലറ ആളല്ലല്ലോ.
ക്ലൈമറ്റും ചെയ്തോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മഞ്ഞും അങ്ങനത്തെ സെറ്റപ്പുകൾ പോലെ എല്ലാം വെച്ചിട്ടായി പണിയാൻ ഇന്നല്ലാതെ എന്താണ്. അപ്പോൾ അവരൊരു പിന്നെ കൂടാരത്തിന്റെ ഉള്ളിൽ നിന്നുള്ള രീതിയിലാവുമല്ലോ. ആ ഒരു നമ്മുടെ ഒരു ഓരോ സിനിമയ്ക്കൊക്കെ സെറ്റ് എടുത്തില്ലേ, അതന്നെ, അതാ ലൈൻ പ്രൊജക്ട്. അതായത് ഒരു ഒറ്റ സ്ട്രെയിറ്റ്. ഞാൻ ലുസൈൽ സിറ്റി ഒക്കെ പോയി, എനിക്കൊന്നും തോന്നിയിട്ടില്ല. പറയുന്ന ഒരു ഇതൊന്നുമില്ല. പക്ഷെ ലോക്കപ്പിന് അവിടെ ഉണ്ടാവണേന്ന് കേട്ടോ സത്യം പറഞ്ഞാല്. ഒരു വേറെ പോയി റൈറ്റ്. ഓക്കെ, ഞാൻ മാപ്പ് ഇട്ട് പോവും. നീ ഒന്ന് ഞാൻ നോക്കാം. നിയോൺ പ്രൊജക്റ്റ് അല്ലേ? ആഹാ, ഞാൻ മാപ്പ് ഇടും. മാപ്പ് കാണിക്കണം, അങ്ങനെ പോവാ. എന്നാ ശരി, അസ്സലാമു അലൈക്കും. ഓക്കെടാ, ശരി. അതെ. ആ, yeah, I will call you back within 15-20 minutes. എന്ത് സൗണ്ടാണ് കുറച്ചാണിത്. അപ്പം നമ്മൾ ജന്നാപ്പള്ളി പോയി. അവിടെ പിസയും പിന്നെ അതുപോലെ ഇവിടുന്ന് 16 മിനിറ്റ്. നാളെ എന്നാൽ കുറച്ച് ദൂരമായല്ലോ, സാരല്ല. അപ്പം പിസയും ഇന്ന് ഇതുണ്ടായില്ല, ഭയങ്കര ഇരുടാണല്ലോ. പിസയും ഇതുമായിരുന്നു. രണ്ട് ചെറിയ ചിക്കനും ചെറുതിട്ട, പിന്നെ ആലിയും ഒരു ചെറിയതിൽ. വേറെ അത്ര കണ്ട് ഫുള്ളായില്ല. ഇതാണ് ജൗഹറിൻ്റെ വീട്, ഇതല്ലേ? ഇത് കാണിക്കും റൈറ്റും ആണല്ലോ. അല്ല, വണ്ടികൾ വരുന്നു. ഓരോ വീട്. അതാ അണ്ണാൻകുട്ടൻ ഓടി പോണ്. എല്ലാത്തിനും ഒരു പേര് എഴുതിച്ചിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ. എന്താ
നാളെ സൂര്യഗ്രഹണം കേട്ടോ. ടുമോറോ സോറി മൂൺ എക്ലിപ്സ്. ഇവിടെ ചിലപ്പോൾ നല്ല വിഷ്വൽ കിട്ടും. വിൽ സി. അടുത്ത നോമ്പിന് ഫുള്ള് പള്ളിയിലാണോ? എല്ലാ സ്ഥലത്തും വെളിച്ചമുണ്ട്. April. Turn right onto Gatineau Hydro Corridor. ഗെറ്റിനോ കോറിഡോറിലൂടെയാണ് പറയുന്നത്. വാട്ട് ടു ഡു? കയറണോ? കയറി കഴിഞ്ഞാൽ ഫുള്ള് ഇരുടാവും. കയറാം. നിങ്ങൾക്ക് വേറെ അതിലൂടെ വന്നോണ്ടേ വഴി പിന്നെ തിരിയൂല. ഞാൻ കുറച്ചു നേരം ക്ലോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഇരുടിലൂടെ വെറുതെ ഒന്നും കാണാഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. ശരിയല്ലേ? ഓക്കെ, ഇനി വെളിച്ചത്തിൽ നിന്ന് നമുക്ക് വീണ്ടും ചെയ്യാം. തോംസൺ പാർക്കാണ്. ഭയങ്കര ഇരുട്ട്. അപ്പോൾ അവിടുന്ന് ലെഫ്റ്റ് പോകാനാണ് പറഞ്ഞത്. ഒരു മനുഷ്യരുമില്ല, കാട്ടിലൂടെ പോകണ പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ച് റോഡിലേക്ക് വേഗം കടക്കാം. ഒരു മനുഷ്യരും ഇല്ല. ഇതൊക്കെയാ പെട്ടെന്ന് റോഡിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരുന്നു. മറ്റേ ഇരുട്ടിലൂടെ വേണം പോകാൻ. റോഡ് അപ്പുറത്ത് കാണുന്നുണ്ട്. ആ കാറിൻ്റെ അതിലൂടെ കയറിയാൽ ചിലപ്പോൾ നമുക്ക് റോഡ് ടച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടെ കാർ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാർ ഒന്നും പറ്റില്ല, എന്നാലും ഒരു ചെറിയ ഭയം. ഇരുട്ടിലൂടെ പോകേണ്ട ആവശ്യമില്ലല്ലോ. മറ്റേ ക്യാമറ ഓണാക്കി ഒന്നും കാണാൻ കഴിയില്ല. ടോട്ടൽ ആ പള്ളിയിലെത്താൻ ബ്രിംലി റോഡിലേക്ക്. യെസ്, ഇതാണ് വേണ്ടത്. ടോട്ടൽ പള്ളിയിലേക്ക് എത്താൻ 17 മിനിറ്റ്, അതായത് 5 കിലോമീറ്റർ. അപ്പോൾ 5 10 കിലോമീറ്റർ ഇല്ലേ? 10 കിലോമീറ്റർ നമ്മൾ ചവിട്ടിന്ന്. ബ്രേക്ക് പെട്ടെന്ന് ശരിയാക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. എന്നുണ്ടല്ല, പെട്ടെന്ന് സിഗ്നൽ ക്ലോസ് ആയി അവിടുന്ന് വേറെ വണ്ടി വരാനുള്ള നിന്ന് ലുലു ഫാത്തിമ. ലുലു ഫാത്തിമ ഇനി നമുക്ക് അറിയേണ്ട വഴി കേട്ടോ. നേരെ കാണുന്ന സിഗ്നല് നമ്മളൊരു ഇൻ്റർസെക്ഷനാണ്. എന്തെങ്കിലും കൂടെ തിന്നാൻ തോന്നും. വീട്ടിൽ ചെന്നിട്ട് ഡോക്ടർ തോംസൺ പാർക്കിൻ്റെ ആണ് ഈ ലെഫ്റ്റിൽ കാണുന്നത്.
ഞാൻ ഈ അടുത്ത് നല്ലൊരു ഫീച്ചർ കണ്ടുപിടിച്ച് ഖുറാൻ.com ഖുറാൻ.com തന്നെയല്ലേ നോക്കട്ടെ ഒന്ന്. അതിൽ നമുക്ക് താഴ്ത്ത് നോക്കി കഴിഞ്ഞാൽ അത് വെബാണ് കേട്ടോ. മൊബൈലുണ്ട്, പക്ഷെ വെബ് ആപ്പിൽ മൊബൈലുണ്ടാവും, അത് ഉറപ്പാണ്. ഏതായാലും വെബിൽ നമുക്ക് മൊബൈലിലൊക്കെ പ്ലേ ചെയ്യാം. ഒരു വേർഡ്സ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളത് കാണിക്കാൻ പറ്റും. ഇന്ന മുതൽ ഇന്ന വേർഡ്സ് വരെ പിന്നെ നമുക്കിങ്ങനെ റിപ്പീറ്റ് ചെയ്ത്, അതായത് നമുക്ക് ഈ ഫുള്ള് അതായത് മനപ്പാഠം പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചുതരാം. അത് ഇപ്പോൾ നമ്മൾ പോയ പള്ളി ഇതാട്ടോ, ആ പള്ളി കാണിച്ചുതരാം. ഏതായാലും സോറി, സലാഹുദ്ദീൻ അല്ല, നമ്മൾ ഇന്നലെ പോയത്. ഓക്കെ, അതേതായാലും ഇല്ലെങ്കിൽ നമുക്ക് ഇത് കാണിക്കാം. ഇതിലൂടെയൊക്കെ ഇറങ്ങേണ്ടി കണ്ട ഇവിടെ ഒക്കെ ഇരുട്ടാ. നമ്മളിപ്പോൾ പറഞ്ഞ ടോപ്പിക്ക് നോക്കട്ടെ. ഖുർആൻ.com ഇതിൽ പിന്നെ ഇഷ തുടങ്ങി. ഇതവിടെ താഴത്ത് ഇത് പ്ലേ ചെയ്യാൻ തുടങ്ങിയാൽ അയ്യോ ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ കൊടുക്കാം നമുക്ക്. മാനേജ് റിപ്പീറ്റ് സെറ്റിങ്സിൽ കണ്ടോ. അല്ലമുൽ ബയാൻ കമറു ഇവിടെ ശ്രദ്ധിക്കണം. ഓണാണെന്ന് പറഞ്ഞാലും ചില ആളുകൾ പെട്ടെന്ന് എടുക്കും. അത് കഞ്ചാവിൻ്റെ ഷോപ്പാട്ടാ. ക്രോവേഴ്സ് റീറ്റെയിലോ കനബീസ്. അവർ ബിസിനസ് ഈസ് കനബീസ് കണ്ടോ. കഞ്ചാവിൻ്റെ കനബീസ്. അത് ഖാഞ്ചാന്നും പറയും. മറുവാനെ അങ്ങനെ എന്തൊരു പേരാണ്. അത് ഗൂഗിൾ ചെയ്ത് നോക്കുന്നത്. വിശക്കുന്നു. സ്പീഡിലൊന്നും വരരുത് മാഷേ. ഇവിടെ ഒരു വലിയ വളവ് കണ്ടില്ലേ. ഇന്നത്ര വലിയ വളവ് ഇട്ടല്ലേ. ഗവൺമെൻറ് പ്രോപ്പർട്ടി അങ്ങനെ ആയിരിക്കും അതുണ്ടാവുക. എന്താ 1:35 ആകും.
135 വീട് നമ്പറാണ്. ഇത് പഞ്ചാബീസിൻ്റെ വീടാന്ന് കിട്ടും. My room light currently turned on or off. Turn light on. Got it. Turning on 4 lights. കണ്ടില്ല, നമ്മൾ മറ്റേ ഓട്ടോ സെറ്റ് ചെയ്ത സംഗതി. ബാഗ് എടുക്കടോ. പ്ലീസ് ടേൺ ഇറ്റ് ഓഫ്. നമുക്ക് അങ്ങനെ താക്കാം. ഒരു വൈഫൈ ഓഫ് ആക്കിയിട്ട് അത് മാത്രം വർക്ക് ചെയ്യാൻ നോക്കണം. ഏതായാലും ഇന്ന് സൂപ്പ് ഉണ്ടാക്കി നല്ല മണ്ണുണ്ട്. സൂപ്പും മീനോ. അപ്പം എന്നാൽ ശരി, ഓക്കെ ബൈ.